ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നമ്മൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു, ഇടതുപക്ഷത്തിനൊരു സാധ്യത നിലനിൽക്കുന്നു. ഇപ്പോൾ പത്മജയുടെ പോക്ക്, ബി ജെ പിയിലേക്കുള്ള പോക്ക്, മുരളി മണ്ഡലം മാറി അവിടെ വന്നു. പക്ഷേ മുരളിയുടെ ഒരു സ്വന്തം മണ്ഡലമല്ലേ അത്? എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അവിടെ? അത് സത്യത്തിൽ അങ്ങനെയല്ല. മുരളിക്ക് അവിടെ ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് ഇല്ല. പ്രതാപനുള്ളൊരു അഡ്വാൻറ്റേജ് ശരിക്കും മുരളിക്കില്ല. മുരളി ഒരു ഹെവി വെയ്റ്റ് താരമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഒരു സൂപ്പർ സ്റ്റാർ ഇമേജുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. കേരളത്തിൽ ഏത് മണ്ഡലത്തിലും പരീക്ഷിക്കാവുന്ന ഒരാളാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രതാപന് 5 കൊല്ലം അവിടെ പ്രവർത്തിച്ച ഒരു ഇനീഷ്യൽ എഡ്ജ് ഉണ്ടായിരുന്നു, അത് മുരളിക്കില്ല. മറിച്ച് മറുഭാഗത്ത് 2 ശക്തരായ സ്ഥാനാർത്ഥികളാണ്. ഒരാൾ സുരേഷ് ഗോപിയാണ്, മറ്റൊരാൾ സുനിൽകുമാറാണ്. സുനിൽകുമാറിൻ്റെ ഒരു ഗുണം, പുള്ളി ആ തൃശ്ശൂർക്കാരനാണ്, അന്തിക്കാട്ടുകാരനാണ്, നഗരത്തിലും ചുറ്റുപാടുമൊക്കെ നല്ല സുപരിചിതനാണ്. പിന്നെ ആളുകളിലൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവർത്തകനാണ്. ആ നിലയ്ക്ക് പുള്ളിക്ക് ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അത് മുരളിക്കില്ല. അതാണ് എൽ ഡി എഫിൻ്റെ വിജയം. പിന്നെ എൽ ഡി എഫ് രാഷ്ട്രീയമായിട്ട് ചെറിയൊരു എഡ്ജുള്ള, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഒരു എഡ്ജുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ ആ എഡ്ജ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് മുന്നേറാൻ കഴിയും. പക്ഷേ അവിടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മോദി വരികയും ഒന്നിലേറെ തവണ മോദി അവിടെ വന്നു. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഒരു ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം വരികയും അത് മുരളിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് ഏത് തരത്തിലായിരിക്കും അതിനെ നേരിടാൻ പോവുക? അത് ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ന്യൂനപക്ഷ വോട്ടുകളുടെ എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം വോട്ടുകളുടെ, നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഉണ്ടാകാം, നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത എതിരാളി സുരേഷ് ഗോപിയാണ്. അത് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നാമത് ബി ജെ പി വളരെ ശ്രദ്ധ വെച്ച് വരുന്ന മണ്ഡലമാണ്. ബി ജെ പിക്ക് സാമാന്യമായിട്ട് നല്ല ശക്തിയുണ്ട്. അതിൽ രണ്ടാമത് സുരേഷ് ഗോപി താര പ്രൗഢിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. വെറും ബി ജെ പി അല്ല, അതിനേക്കാളും ഒരു സിനിമാ നടനാണ്. അപ്പോൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് വോട്ട് പിടിക്കാവുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാന സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. പിന്നെ അടുത്ത സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചോദ്യം, അവിടെയാണ് പ്രശ്നം. അത് സുനിലാണോ മുരളിയാണോ, അല്ലെങ്കിൽ സുനിലാണോ പ്രതാപനാണോ? അങ്ങനെ വരുമ്പോൾ ഈ രണ്ടിൽ ഏറ്റവും സാധ്യതയുള്ള ആൾക്കാരിക്കും ഈ 14% മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക. ഏതുപോലെ വെച്ചാൽ പൂഞ്ഞാറിലുണ്ടായ റിസൾട്ട്, അവിടെ പ്രധാന കഥാപാത്രം പി സി ജോർജാണ്. പി സി ജോർജിനെ തോൽപ്പിക്കാൻ ഏറ്റവും അടുത്ത ആളാരാണ്? ഒന്നുകിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്, അല്ലെങ്കിൽ ടോമി കല്ലാലിയാണ്. അപ്പോൾ ഇവർ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. അവർക്ക് തോന്നി കുളത്തുങ്കലിലാണ് സാധ്യത. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മൊത്തം കോൺഗ്രസ്സുകാർ, ലീഗുകാർ അടക്കമുള്ള ആ മുസ്ലിങ്ങൾ സംഘടിച്ച് കുളത്തുങ്കൽ വോട്ട് ചെയ്യാണ്. കല്ലാരി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു, കുളത്തുങ്കൽ ജയിക്കുന്നു. നേമത്ത് സംഭവിച്ചു. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ ഏകീകരണം വരികയാണെങ്കിൽ അത് സുനിൽകുമാറിനെ സഹായിക്കുമെന്നാണ്. തൃശ്ശൂർ സുനിൽകുമാറിനെ സഹായിക്കാനാണ് കൂടുതൽ സാധ്യത മുരളിയേക്കാൾ. അപ്പോൾ മുരളി ചെയ്യുന്നത് വിരോചിതമായൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും അത് രാഷ്ട്രീയത്തിലെ സംബന്ധിച്ചുള്ള ബുദ്ധിപരമായൊരു തീരുമാനമല്ല. പക്ഷേ ഈ തൃശ്ശൂർ പറഞ്ഞ് വടകരയിലാണെങ്കിൽ മുരളിക്ക് കുറേ കൂടി സാധ്യതയുണ്ടായിരുന്നു. വടകരയിൽ മുരളി ഈ കരുവന്നൂർ ബാങ്ക് വിഷയം, കരുവന്നൂർ ബാങ്ക് വിഷയം ഒരു ഭയങ്കര പ്രശ്നമാണ് ഇടതുപക്ഷത്തിന്. തൃശ്ശൂർ നേരിടുന്നൊരു, തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വികാരം അവിടെ ഉണ്ട്. അവിടെ പറയുന്ന ഒരു തമാശ, ഈ പണം നഷ്ടപ്പെട്ടവരെക്കാൾ കൂടുതൽ ആളുകൾ അതിൻ്റെ ആനുകൂല്യം നേടിയവരാണ്. അപ്പോൾ അവർ CPM-ന് അനുകൂലമായി നിൽക്കുന്നു. അതൊക്കെ പറയാതെ മാത്രമേ ഉള്ളൂ. അതിലെ പണം, ഒരു ബാങ്ക് പൊളിയലും പണം പോകലും അല്ല. ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും പാർട്ടി ലീഡർഷിപ്പിനെ അറിയാമായിരുന്നു. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന വിവരങ്ങൾ മുഴുവൻ അറിയാവുന്ന ഒരാൾ കെ രാധാകൃഷ്ണനുമാണ്. കെ രാധാകൃഷ്ണൻ പോലും അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയില്ല. കെ രാധാകൃഷ്ണൻ ഇടയ്ക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. കെ രാധാകൃഷ്ണൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AC മൊയ്തീൻ സഹകരണ മന്ത്രിയായിരുന്നു. പാർട്ടിയുടെ ഒരു നേതാവിനും അതിൻ്റെ ഒന്നും ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. കാരണം അവിടെ വലിയ കൊള്ള നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ഈവൻ ആത്മഹത്യ പോലെ ആത്മഹത്യ മാത്രമല്ല, അത് മൊത്തത്തിൽ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഭയങ്കര നെഗറ്റീവ് ഇമേജ്. ആ നെഗറ്റീവ് ഇമേജ് മാത്രമല്ല, വലിയൊരു പ്രശ്നം അതിനകത്തുണ്ട്. എന്നറിയോ, ഈ വിവാദം ഇങ്ങനെ വരുന്ന സമയത്ത് 100 കോടി രൂപ നഷ്ടപ്പെട്ടു CPM ലീഡർഷിപ്പ് തന്നെ അംഗീകരിക്കുന്നു. അത് 300 കോടിയാണോ 100 കോടിയാണെന്നുള്ള തർക്കമുള്ളൂ. 100 കോടി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വെറുതെ ഇരുന്നൂടെ? അതിന് പകരം തൃശ്ശൂർ പട്ടണത്തിലെമ്പാടും എൻഫോഴ്സ്മെൻറ്റിനെതിരായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. കാരണം കാശ് വോട്ടിച്ചത് അവരാണ്. അതിൽ CPI-ക്കാരും കൂടി ഉൾപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ചെറുത്തുനിൽപ്പ്, അതിനെതിരെ ജനകീയ പ്രതിരോധം, ഇതൊക്കെ പറഞ്ഞ് വലിയ മീറ്റിങ്ങുകൾ നടത്തുകയാണ്. ആളുകൾ ജനങ്ങളുടെ മുഖത്ത് നോക്കട്ടെ. ഈ 100 കോടി നഷ്ടപ്പെട്ടു, അതിനാരാ ഉത്തരവാദി?
ഉത്തരവാദികൾ തന്നെ എൻഫോഴ്സ്മെൻറ്റ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെതിരായിട്ട് ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞ് സമരം ചെയ്യാണ്. അത് ഈ പാലക്കാടിനെയും ആലത്തൂരിനെയും തൃശ്ശൂരിനെയും അത് ബാധിക്കുമല്ലോ, ഈ കരുവന്നൂർ വിഷയം. അങ്ങനെ വരുമ്പോൾ ഈ ആലത്തൂർ നമ്മളെ രാഷ്ട്രീയമാണ്, പ്രവചനാതീതമാണ്, നല്ല മത്സരമാണ്. ഇനി രാധാകൃഷ്ണൻ അവിടെ തോൽക്കുകയാണെന്നിരിക്കട്ടെ, അത് സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തായി ഉറപ്പായിട്ടും അത് ആ രീതിയിൽ തന്നെ ചിത്രീകരിക്കപ്പെടും. കാരണം രാധാകൃഷ്ണൻ വെറും ഒരു രാധാകൃഷ്ണൻ അല്ലല്ലോ, അത് ഈ ഭരിക്കുന്ന സർക്കാരിലെ ഒരു അംഗമാണ്. എന്നതിൽ കൂടുതലായിട്ട് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നതാണ്. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളുടെ രാഷ്ട്രീയവും ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. രാധാകൃഷ്ണൻ ഒരിക്കലും ഒരു അഴിമതി നടത്തുന്ന ആളെ അല്ല, നമുക്ക് ആർക്കും ആ രീതിയിലൊരു തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലേ, അതിന് CPM ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സുനിൽകുമാറിൻ്റെയും സുനിൽകുമാറിൻ്റെയും രാധാകൃഷ്ണൻ്റെയും സാധ്യതകളെ ഒരു പരിധിവരെ ഇത് ബാധിക്കാം. മാത്രവുമല്ല, ഈ സുരേഷ് ഗോപി ഇപ്പോഴല്ല, നേരത്തെ തന്നെ കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് കാൽനട ജാഥ നടത്തിയതാണ്. ആ ജാഥയ്ക്കുണ്ടായിരുന്ന റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. പക്ഷെ സിനിമയുടെ ഒരു ഗ്ലാമറിൻ്റെ ഇതിൽ ഏതെങ്കിലും കേരളത്തിൽ എങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഗ്ലാമർ കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. മറിച്ച് ഒരു പല ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു ഘടകമായിട്ട് വരാം. ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ, ചാലക്കുടിയിൽ വലിയ കോൺഗ്രസ് മണ്ഡലമാണ്. അങ്ങനെ കോൺഗ്രസ് മണ്ഡലമായ ചാലക്കുടിയിൽ PC ചാക്കോ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെതിരെ ഇന്നസെൻ്റ് മത്സരിച്ചപ്പോൾ ചാക്കോ തോറ്റതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് KP ധനപാലിൻ്റെ സീറ്റ് പിടിച്ചു പറിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഗ്രൂപ്പിലുംപ്പെട്ട കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു. ഇന്നസെൻ്റ് എല്ലാവർക്കും അറിവുള്ള ആളാണ്, എല്ലാവർക്കും പരിചയമുള്ള, എന്നുവെച്ചാൽ TV കണ്ടിട്ടും പരസ്യത്തിൽ വന്നിട്ടും സിനിമയിൽ അഭിനയിച്ചിട്ടും ഒക്കെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ആത്യന്തികമായിട്ട് വരുമ്പോൾ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ ഇതൊരു ഘടകമാണ്, പല ഘടകങ്ങളിലും ഒരു ഘടകം, അത്രേ ഉള്ളൂ.